എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു IFB ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ്റെ PCB ആണ്. ഇത് ഡെഡ് കണ്ടീഷനിലാണ് നമുക്ക് ഈ ഒരു PCB കിട്ടിയിരിക്കുന്നത്. കൊണ്ടുവന്നിരിക്കുന്ന ഒരു ടെക്നീഷ്യനാണ്. ആ ടെക്നീഷ്യൻ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഇത് ഈ മെഷീൻ മറിഞ്ഞു വീണു. സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ മറിഞ്ഞു വീണാൽ ഉണ്ടാകുന്ന ഒരവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര വെയിറ്റാണ് ഈ ഒരു വാഷിംഗ് മെഷീൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് കോൺക്രീറ്റ് ഷീൽഡ് അല്ലെങ്കിൽ കോൺക്രീറ്റ് സ്ലാബൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ വെയിറ്റ് ബാലൻസിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് മറിഞ്ഞു വീണ് കഴിഞ്ഞാൽ ഭയങ്കര എഫക്റ്റീവ് ആയിരിക്കും. അങ്ങനെ മറിഞ്ഞു വീണിട്ട് പിന്നീട് ഓണാകാതിരുന്ന ഒരു PCB ആണ് നമുക്കിന്ന് റിപ്പയറിങ്ങിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു PCB ഒന്ന് പരിശോധിച്ചിട്ട് അതിനകത്ത് എന്താണ് പ്രശ്നമെന്നുള്ളതും അതെങ്ങനെ റെഡിയാക്കി എടുക്കാമെന്നുള്ളതും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതാണ് ഞാൻ പറഞ്ഞ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ്റെ PCB IFBൻ്റെ. അപ്പോൾ ഇതാണ് നമുക്ക് ഓണാവാതെ കൊണ്ട് തന്നിരിക്കുന്നത്. ഇതൊന്ന് വർക്കാക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത് കംപ്ലീറ്റ് ഞാനൊന്ന് ചെക്ക് ചെയ്ത് ബോഡിക്കൊന്നും വലിയ പൊട്ടലും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇതിനകത്ത് വേറെ ഡാമേജസ് ഉള്ളുണ്ട്. ഇവിടെ വരുന്ന ടൈമിൽ ഇവിടുത്തെ ഈ ചോപ്പർ ട്രാൻസ്ഫോമർ ഇവിടെ നിന്ന് ഒടിഞ്ഞു പോയിട്ടുണ്ട്. ഈ ഒരു കാര്യം ടെക്നീഷ്യനും പറഞ്ഞായിരുന്നു, ഇത് ഒടിഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ ബാക്കി ബോഡിക്കൊന്നും വലിയ പ്രശ്നങ്ങളായിട്ടൊന്നും കാണുന്നില്ല. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഇവിടെ ഒരു ക്രാക്കുണ്ട്. എന്താണ്ട് ഈ ഒരു കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഈ കാണുന്നത് ഇതൊരു പൊട്ടലാണ്. ഇനി വേറെ എവിടെയെങ്കിലും ബോർഡിന് പൊട്ടലോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കേണ്ടി വരും. എന്തായിരുന്നാലും നമുക്ക് ഈ ഒരു പൊട്ടലിന് അത് പ്രിൻറ്റിങ് സൈഡിൽ എന്തെങ്കിലും പ്രിൻ്റ് ഡാമേജസ് ഉണ്ടോ ഇല്ലയെന്ന് ഇത് കട്ട് ചെയ്ത് ഇവിടെയും ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ പവർ ഓൺ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ആ പവർ ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ചുവപ്പ് ട്രാൻസ്ഫോമർ ഇതിനകത്ത് നമുക്ക് ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഇത് നമുക്ക് കഴിഞ്ഞ മാസം 27-ാം തീയതി വന്നിട്ടുള്ള ഒരു വർക്കാണ്. അതായത് ഇത്രയും ദിവസം നമുക്കിത് ഡിലേ ആവാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചുവപ്പ് ട്രാൻസ്ഫോമർ തിരക്കിടക്കായിരുന്നു. പക്ഷേ ഇത് കിട്ടാനില്ല. അപ്പോൾ പഴയതെന്ന് ഏതെങ്കിലും ബോർഡ് കിട്ടിയിരുന്നെങ്കിൽ അതിനകത്തുനിന്ന് ഇളക്കിയിടായിരുന്നു. പക്ഷേ പഴയ ഒരു ബോർഡ് നമുക്ക് അവൈലബിൾ അല്ല, കിട്ടിയിട്ടില്ല ഇതുവരെയും. അങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ സ്ക്രാപ്പിലൊക്കെ പോയി നോക്കിയായിരുന്നു. പക്ഷേ അവിടെ എങ്ങും നമുക്ക് ഇത് സെയിം സൂട്ടബിളായിട്ടുള്ള ഒരു ചുവപ്പ ട്രാൻസ്ഫോമർ കിട്ടിയിട്ടില്ല. പിന്നെ ഇനി എന്ത് ചെയ്യും എന്നുള്ള ഒരു ക്വസ്റ്റ്യനായിരുന്നു നമുക്ക് ഫ്രണ്ടിൽ വന്നതിന്. രണ്ട് ചോയ്സ് ഉണ്ട്. ഒന്ന്, നമുക്ക് സെയിം ഒരു ചുവപ്പ ട്രാൻസ്ഫോമർ ഇടുക, അല്ലാന്നുണ്ടെങ്കിൽ ഡ്യുവൽ സപ്ലൈയിൽ വരുന്ന ഒരു SMBS ഇതിനകത്തോട്ട് സെറ്റ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ് ഡ്യുവൽ സപ്ലൈയിലുള്ള SMBS. അപ്പോൾ നമുക്കൊരു SMBS നമുക്കിവിടെ വാങ്ങിച്ച് ഇവിടെ ഫിറ്റ് ചെയ്തതിന് ശേഷം അതിനകത്ത് നിന്ന് 12 വോൾട്ടും 5 വോൾട്ടും കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സെറ്റ് വർക്കിംഗ് ആക്കി എടുക്കാം. പക്ഷേ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് അങ്ങനെ ഒരു കാര്യമേ അല്ല. അപ്പോൾ ഞാനത് ഇതിൻ്റെ ഒരു പിൻ കോൺഫിഗറേഷൻ നോക്കിയിട്ട് മറ്റൊരു ട്രാൻസ്ഫോമർ മറ്റൊരു ചോപ്പർ ഇതേ കണക്ക് സെയിം വൈൻഡ് ചെയ്തെടുത്ത് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ള ഒരു ഐഡിയയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു ചോപ്പർ ട്രാൻസ്ഫോമറാണ് ഇത് നമ്മുടെ LGയിലൊക്കെ വരുന്ന ചോപ്പർ ട്രാൻസ്ഫോമറാണ്. ഇതിൻ്റെ നമ്പർ ഓക്കെ ഇപ്പോൾ കാണാമല്ലോ. മൊത്തം നമ്പരുമില്ല, EBJ 60659001 ഈ ഒരു ചോപ്പർ ട്രാൻസ്ഫോമറിൻ്റെ നമ്പർ. ഇതെടുക്കാൻ കാരണമെന്ന് പറയുന്നത് ഈ ഒരു ചോപ്പർ ട്രാൻസ്ഫോമറിനെക്കാട്ടി ഇച്ചിരി വലിപ്പം കൂടുതലാണ്. ഇതിനെക്കാട്ടി വലിപ്പം കുറഞ്ഞ ഒരു ചോപ്പർ ട്രാൻസ്ഫോമറാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇതെടുക്കാൻ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇതിൻ്റെ പിൻ അലൈൻമെൻറ്റ് രണ്ടിനും സെയിമാണ്. അതായത് ഒരു സൈഡിൽ 5 പിന്നും ഒരു സൈഡിൽ 4 പിന്നുമാണ് വരുന്നത്. 5 പിന്നിൽ ഒരെണ്ണം കട്ട് ചെയ്തിട്ടുണ്ട്. അതേ സെയിം ഒരു പിൻ കോൺഫിഗറേഷനാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ടിട്ടാണ് ഞാൻ ഈ ഒരു ചോപ്പർ ട്രാൻസ്ഫോമർ തിരഞ്ഞെടുത്തത്. അപ്പോൾ ഈ ഒരു ചോപ്പർ നമുക്കിപ്പോൾ ഇതിനകത്ത് സെറ്റ് ചെയ്ത് ഓണാക്കി കഴിഞ്ഞാൽ ഇതിനകത്തിരിക്കുന്ന മെയിൻ IC ഉൾപ്പെടെ എല്ലാം അടിച്ചു പോകും. കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ വൈൻഡിങ്ങും ഈ ഒരു ചോപ്പർ ട്രാൻസ്ഫോമറിൻ്റെ വൈൻഡിങ്ങും രണ്ടും രണ്ട് രീതിയിലാണ്. പിൻ അലൈൻമെൻറ്റ് സെയിം ആണെങ്കിലും ഇതിൻ്റെ വൈൻഡിങ്ങും ഇതിൻ്റെ ഈ ഒരു ട്രാൻസ്ഫോമറിൻ്റെ വൈൻഡിങ്ങും രണ്ടും രണ്ടാണ്. അപ്പോൾ ഇനി ഒറ്റ വഴികളിൽ നമുക്ക് ഈ ഒരു ചോപ്പർ റീവൈൻഡിങ് ചെയ്തിട്ട് ഇതിൻ്റെ ഡേറ്റ അനുസരിച്ചിട്ടുള്ള ഒരു വൈൻഡിങ്ങിലാക്കി എടുക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഈ ഒരു ചോപ്പർ വൈൻഡ് ചെയ്തെടുക്കാം.
അപ്പോൾ ഈ ചോപ്പർ എങ്ങനെ വൈൻഡിങ് ചെയ്യണമെന്നുള്ളതിൻ്റെ വീഡിയോസ് ഞാൻ നേരത്തെ എൻ്റെ യൂട്യൂബ് ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ചോപ്പർ വൈൻഡ് ചെയ്യണമെന്നുള്ളത് നമ്മൾ എൻ്റെ യൂട്യൂബ് ചാനൽസിൽ പോയി കഴിഞ്ഞാൽ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ആ ഒരു മെത്തേഡിൽ തന്നെയാണ് ഞാൻ ഇതും വൈൻഡിങ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ ഒരു ചോപ്പർ ഞാൻ റീവൈൻഡിങ് ചെയ്തെടുത്ത് വന്നതിന് ശേഷം നമുക്ക് ഇത് കട്ട് ചെയ്ത് ഇളക്കി മാറ്റിയിട്ട് ഇത് ഫിറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു ചോപ്പർ റീവൈൻഡിങ് ചെയ്തെടുത്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ചോപ്പർ ഞാൻ വൈൻഡ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ചോപ്പർ നമുക്ക് ഇതിനകത്തോട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇത് ആദ്യം ഈ ഒരു PCB ഇളക്കിയിട്ട് ഇത് 4 സ്ക്രൂവിൽ ടൈറ്റഡ് ആണ്. ഇത് ഇളക്കി എടുത്തതിന് ശേഷം ഇതിന് അടിഭാഗം കട്ട് ചെയ്ത് ഈ ഒരു ചോപ്പർ ഇരുന്ന സ്ഥലമൊക്കെ ഇളക്കി മാറ്റി ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ചോപ്പർ അതിനകത്തോട്ട് സെറ്റ് ചെയ്തിട്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ, ഓൺ ആവുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഈ നമ്മുടെ ഈ അടിഭാഗം കട്ട് ചെയ്തിട്ട് നമ്മുടെ ഈ ചോപ്പർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചോപ്പർ സെറ്റ് ചെയ്തിട്ട് നോക്കിയപ്പോഴത്തേക്കും ഇവിടെ ഇളക്കിയിട്ട് നമ്മുടെ ഇതിൻ്റെ ഔട്ട്പുട്ട് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു. ഔട്ട്പുട്ട് കാര്യങ്ങൾ ചെക്ക് ചെയ്ത സമയത്ത് ഇവിടെ ഷോർട്ടിങ് ഉണ്ടായിരുന്നു. ഇവിടെ വരുന്ന ഒരു കപ്പാസിറ്റർ, ഈ കാണുന്ന കപ്പാസിറ്റർ, ഇതും ഈ വീണ കൂട്ടത്തിൽ ഒരു ഡാമേജസ് ആയി പോയിട്ടുണ്ടായിരുന്നു. ബെൻഡായി പോയിട്ട് ഷോർട്ടിങ് ആയിട്ട്, ഇൻറ്റേർണലി ഷോർട്ടിങ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കപ്പാസിറ്റർ മാറിയിട്ടുണ്ട്. ആ കപ്പാസിറ്റർ മാറിയപ്പോഴത്തേക്കും ഇവിടെ ഈ ഒരു 12 വോൾട്ടിലായിരുന്നു ആ ഷോർട്ടിങ് വന്നിരുന്നത്. ഈ ഒരു കപ്പാസിറ്റർ കിടക്കുന്ന 12 വോൾട്ടിലാണ്. അപ്പോൾ 12 വോൾട്ടിൽ ആ കപ്പാസിറ്റർ മാറിയപ്പോഴത്തേക്ക് ആ ഷോർട്ടിങ് അങ്ങ് മാറി. ചോപ്പർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പവർ ഓൺ ചെയ്യാം. പവർ ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടല്ലോ, നമ്മുടെ ഈ ഒരു ബോർഡ് നല്ല രീതിയിൽ ഓണായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് റീസെറ്റ് ചെയ്യാം. ഓക്കെ, ബോർഡ് റീസെറ്റ് ആയിട്ടുണ്ട്. ഇതാണ് ബോർഡ് റീസെറ്റ് ആവുന്നത്. അതിനുശേഷം ഈ ഒരു വർക്ക് ചെയ്യുന്നുണ്ട്. സ്വിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ സ്വിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ട് കൊടുക്കാം. സ്റ്റാർട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ എറർ അടിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ബോർഡ് ക്ലിയർ ആയിട്ടുണ്ട്. ഇനി അത് മാത്രം പോരാ, നമ്മൾ ചെയ്ത ചോപ്പറിൽ വോൾട്ടേജും കൂടെ സ്റ്റേബിളായിട്ട് നിൽക്കുന്നുണ്ടോ എന്നും കൂടെ നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മൾട്ടിമീറ്റർ എടുക്കുകയാണ്. മൾട്ടിമീറ്റർ എടുത്തിട്ട് ഞാനത് വോൾട്ടേജ് മോഡിലാക്കിയിട്ടുണ്ട്. കറക്റ്റ് 12 വോൾട്ടും 5 വോൾട്ടും നമുക്ക് കിട്ടുന്നുണ്ടോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇത് 5 വോൾട്ടിൻ്റെ ഡയോഡാണ്. ആ 5 വോൾട്ടിൻ്റെ ഡയോഡിൽ 4.9 വോൾട്ട് കിട്ടുന്നുണ്ട്. കറക്റ്റാണ്. അത് കണക്കിന് ഇത് 12 വോൾട്ടിൻ്റെ ഡയോഡ്. അവിടെ നമുക്ക് 12, 13 ചെറിയ വേരിയേഷൻ ഉണ്ടാവും. അത് റിലേ ഒക്കെ വരുമ്പോഴത്തേക്കും കറക്റ്റ് റിലേ ഓൺ ആവുന്ന ടൈമിൽ ആ വോൾട്ടേജ് സ്റ്റേബിളായിട്ടും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ അഡീഷണൽ പവർ സപ്ലൈ വയ്ക്കാതെ ഇങ്ങനെയും നമുക്ക് ഈ ഒരു ബോർഡ് റെഡിയാക്കി എടുക്കാം. ചോപ്പർ പോയി കഴിഞ്ഞാലും റെഡിയാക്കി എടുക്കാം. ഇത് ഞാൻ കുറച്ച് ആലോചിച്ച് ചെയ്ത കാര്യമാണ്. മറ്റു പലർക്കും പല രീതിയിലുള്ള ഐഡിയകളായിരിക്കും ഉണ്ടാവുക. ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കും നമുക്ക് പ്രത്യേകം വേറെ കണക്ഷൻ കൊടുക്കുന്നതിനുള്ള ആ ഒരു വയറിങ്ങിൻ്റെയും കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് കുറേയൊക്കെ അങ്ങ് ഒഴിവാക്കാം. അപ്പോൾ നമ്മുടെ PCB റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്കൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.